ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത റെസിപ്പി ഒരു സാലഡിൻ്റേതാണ്. വീറ്റ് പാസ്തയും കുറച്ചധികം വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. വെയിറ്റ് ലോസിനും ഡയറ്റ് ചെയ്യുന്നവർക്ക് ഈ സാലഡ് വളരെ നല്ലതാണ്. ഇത് നമുക്കൊരു പാർട്ടി സാലഡായിട്ടോ അല്ലെങ്കിൽ ഒരു മീലായിട്ടോ ഒക്കെ ഡിന്നറിനൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാലഡിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഗോതമ്പിന്റെ പാസ്തയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്പൈറൽ ഷേപ്പിലുള്ള പാസ്തയാണ്. ഇനി സാലഡിനായിട്ട് എടുത്തിരിക്കുന്നത് തക്കാളി, ക്യാപ്സിക്കം, കുക്കുംബർ, ക്യാരറ്റ് ഇവയെല്ലാം കനം കുറച്ച് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി സാലഡിനുള്ള ഡ്രസ്സിങ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് നല്ല തിക്കായിട്ടുള്ള കുറച്ച് തൈര് ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സെറ്റ് കേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഒട്ടും വെള്ളമില്ലാത്ത അധികം പുളിയില്ലാത്ത തൈര്. ഹെൽത്തി വെയിറ്റ് ലോസ് സാലഡ് ആയത് കാരണം നമ്മളിതിൽ മയോണൈസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈര് വേണമെങ്കിൽ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഈ ബൗളിലേക്ക് 6 ടേബിൾ സ്പൂൺ തൈരിട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളമില്ലാത്ത നല്ല തിക്കായിട്ടുള്ള കേടാണിത്. തൈര് ഒരു വിസ്കോ ഫോർക്കോ കൊണ്ട് നല്ലതുപോലെ അടിച്ചൊന്ന് മയപ്പെടുത്തി എടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ കുറച്ച് അയമോദകം ചേർക്കുന്നുണ്ട്. അയമോദകം കൂടിപ്പോകരുത്, വളരെ കുറച്ച് ചേർത്താൽ മതി. അയമോദകം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്, എന്നാൽ കൂടിപ്പോകാനും പാടില്ല. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. കൂടെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി കൂടിപ്പോയത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും മയണൈസിൻ്റെ തന്നെ സ്ട്രക്ചറും ഒരു ടേസ്റ്റും കിട്ടും. ഇപ്പോൾ ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഫ്രിഡ്ജിൽ കുറച്ച് സമയം മാറ്റി വെക്കാം. പാസ്ത കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പുപൊടിയും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി വെള്ളം ഒന്ന് നല്ലതുപോലെ തിളപ്പിക്കണം. വെള്ളം നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഞാൻ 250 ml കപ്പിന് 2 കപ്പ് പാസ്തയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. പാസ്ത കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം കുറച്ച് കൂടുതൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പാസ്ത ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പാസ്ത ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പാസ്ത കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാസ്ത പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ പാസ്ത പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കുക്ക് ചെയ്തെടുത്ത പാസ്ത ഒരു അരിപ്പപ്പാത്രത്തിലിട്ട് വെള്ളം കളഞ്ഞെടുക്കാം. അരിപ്പപ്പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ പാസ്തയെല്ലാം സ്റ്റാർച്ച് എല്ലാം പോയി ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി പാസ്ത ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പാസ്തയിൽ ചേർക്കാനുള്ള ക്യാപ്സിക്കത്തിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം കനം കുറച്ച് നീളത്തിൽ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ അരഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ തക്കാളിയുടെ അകത്തെ കുരുവെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം കനം കുറച്ച് നീളത്തിൽ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കുംബറും തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പനീർ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പനീറിന് പകരമായിട്ട് നമുക്ക് ചീസ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ പനീർ കഷ്ണങ്ങളിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കുറച്ച് കുരുമുളക് പൊടിയെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. സാലഡ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കുക്കുംബറും ക്യാപ്സിക്കവും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്ത് കൊടുക്കണം. പനീർ ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അവസാനം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഡ്രസ്സിങ് കൂടെ ചേർത്ത് കൊടുക്കാം. ഡ്രസ്സിങ് ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ വളരെ ഹെൽത്തിയും നല്ല ഫില്ലിങ്ങും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്